ഒടുവിൽ അതും സംഭവിച്ചു. കെ സുധാകരൻ പുറത്തേക്ക്. എന്ന് വെച്ചാൽ കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കി. അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങാൻ AICC നിർദ്ദേശിച്ചു. അദ്ദേഹത്തിന് പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവ് എന്ന പദവി നൽകിയിട്ടുണ്ട്. പകരം KPCC പ്രസിഡന്റ് ആകുന്നത് സണ്ണി ജോസഫ് MLA ആണ്. പേരാവൂർ MLA ആണ്. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ MLA. AICCയുടെ വാർത്താക്കുറിപ്പ് മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നു, പ്രസിഡന്റ് KPCC അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, കൺവീനർ UDF ശ്രീ അടൂർ പ്രകാശ് MP, വർക്കിംഗ് പ്രസിഡന്റ് KPCC ശ്രീ PC വിഷ്ണുനാഥ് MLA, ശ്രീ AP അനിൽകുമാർ MLA, ശ്രീ ഷാഫി പറമ്പിൽ MP. ഇതാണ് വാർത്താക്കുറിപ്പ്. രണ്ടാമത്തെ വാർത്താക്കുറിപ്പിൽ കെ സുധാകരനെ പ്രവർത്തക സമിതിയിൽ സ്ഥിരം ക്ഷണിതാവാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി, സ്ഥിരം ക്ഷണിതാവായി. പകരം KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് വന്നു. സണ്ണി ജോസഫ് പേരാവൂർ MLA ആണ്. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു നിയമസഭയിൽ. DCC പ്രസിഡന്റായിരുന്നു. 22 വർഷത്തിന് ശേഷമാണ് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ KPCCയുടെ പ്രസിഡന്റായി വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അത് എന്തുകൊണ്ട് എന്നത് മറ്റൊരു വിഷയമാണ്. കെ സുധാകരൻ KPCC പ്രസിഡന്റായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വം പോരാ പിണറായിയെ നേരിടാൻ. പിണറായിക്ക് തക്കതായ ഒരു എതിരാളി വേണം. അത് മറ്റാരുമല്ല, കണ്ണൂരിൽ നിന്ന് തന്നെ കെ സുധാകരനെ തന്നെ കൊണ്ടുവരണം. ഗർജിക്കുന്ന സിംഹമാണ് കെ സുധാകരൻ. ഇതായിരുന്നു അന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. മലപ്പുറം കത്തിയും അമ്പും വില്ലുമായിട്ടാണ് കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്. ഇപ്പോൾ പവനായി ശവമായി എന്ന് പറയുന്ന അവസ്ഥയിലാണ്. കെ സുധാകരന് വീരോചിതമായ സ്വീകരണമാണ് നൽകിയത് തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. രണ്ടുപേരും ചേർന്നാണ് KPCC ഓഫീസിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അവിടെ വെച്ച് ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. അത് ഇനി ഞങ്ങളുടെ പോരാട്ടം പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാകും. പിണറായി വിജയനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും. എൻ്റെ ഏക ലക്ഷ്യം പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് താഴത്തേക്ക്, എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക എന്നതാണ്. അതിനുവേണ്ടി എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊക്കെയായിരുന്നു കെ സുധാകരൻ KPCC പ്രസിഡന്റായതിനു ശേഷം ഗർജിച്ചത്. 2 ഗർജനമാണ് ആദ്യം നടത്തിയത്. ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് എറണാകുളത്തും. ആ ഗർജനത്തോടുകൂടി കെ സുധാകരൻ ഒന്നുമല്ലാതായി മാറിയിരുന്നു എന്നത് അന്ന് ആ 2 വാർത്താ സമ്മേളനവും കണ്ട എല്ലാവർക്കും മനസ്സിലാകും. എവിടെ നിൽക്കുന്നു കെ സുധാകരൻ എന്ന് അതോടുകൂടി മലയാളികൾക്ക് മനസ്സിലായതാണ്. പക്ഷേ കെ സുധാകരനെ പിന്തുണക്കുന്ന, കോൺഗ്രസിനെ പിന്തുണക്കുന്ന മാധ്യമങ്ങൾ അങ്ങനെ കെ സുധാകരനെ വിട്ടുകളയാൻ തയ്യാറായിരുന്നില്ല. അവർ നിരന്തരം വാർത്തകൾ എഴുതി നിറച്ചു കെ സുധാകരനെ സ്തുതിച്ചുകൊണ്ട്. മാധ്യമങ്ങൾ പറഞ്ഞു, ഇനി പിണറായി വിജയന് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. മലയാള മനോരമ പത്രത്തിൽ മാത്രമല്ല, മലയാള മനോരമ വാരികയിൽ പോലും കെ സുധാകരന്റെ പൂർവ്വകാല ചരിത്രം എടുത്തു പറഞ്ഞ് പരമ്പരകൾ തന്നെ പ്രസിദ്ധീകരിച്ചു എന്നതുകൂടി ഓർക്കണം. അങ്ങനെ കേരളത്തിൽ പിണറായി വിജയന് മുഖ്യ എതിരാളി ഇതാ വന്നിരിക്കുന്നു എന്നായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ വിളിച്ചു പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്, വിളിച്ചു പറഞ്ഞത്. ഇപ്പോഴെന്തായി? നേരത്തെ പറഞ്ഞതുപോലെ പവനായി ശവമായി എന്ന് പറയുന്നത് പോലെ തിരിച്ച് കണ്ണൂരിലേക്ക് പോവുകയാണ്. ഒരു നാണംകെട്ട മടക്കമാണ്. KPCCയും AICCയും കെ സുധാകരന് എന്തിന് ഈ നാണംകെട്ട മടക്കം സമ്മാനിച്ചു എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. വേണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പറയാം, പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയിട്ടുണ്ട് എന്ന്. ഒരു പരിധിവരെ കെ സുധാകരനും പറയാം, ഞാൻ മാറി, പക്ഷേ എൻ്റെ ശിഷ്യൻ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ പിൻഗാമി തന്നെയാണ് KPCCയുടെ പ്രസിഡന്റായി വന്നിരിക്കുന്നത്. 2001 DCC പ്രസിഡന്റ് പദവി ഒഴിയുമ്പോൾ പകരം DCC പ്രസിഡന്റായ, കണ്ണൂർ DCC പ്രസിഡന്റായ ആളാണ് സണ്ണി ജോസഫ്. ഇപ്പോഴിതാ കെ സുധാകരൻ ഒഴിയുമ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കും സണ്ണി ജോസഫ് വരുന്നു. എന്ന് വെച്ചാൽ കെ സുധാകരന്റെ നോമിനി തന്നെ KPCC പ്രസിഡന്റായി വരുന്നു. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഞാൻ മാറില്ല,
എന്ന് പ്രഖ്യാപിച്ച കെ സുധാകരനെ അനുനയിപ്പിക്കാനായിരിക്കണം സണ്ണി ജോസഫിന്റെ പേര് ഉയർന്നു വന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് വി ഡി സതീശന് ഇനിയും ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയായിരിക്കും. കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു പരിധിവരെ വി ഡി സതീശനുമായി സന്ധി ചെയ്യാൻ തയ്യാറാകാറുണ്ട്. ഇനിയിപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു, ഇനി എന്തിന് സന്ധി ചെയ്യണം? ഇനിയുള്ള യുദ്ധം പുറത്തു നിന്നായിരിക്കും, അതോടൊപ്പം തന്നെ സണ്ണി ജോസഫിലൂടെയായിരിക്കും. അതുകൊണ്ട് വഴി അത്ര സുഗമമല്ല വി ഡി സതീശന്റെ മുന്നിലുള്ളത്. എന്നിരുന്നാലും വി ഡി സതീശനെ ആഹ്ലാദിക്കാം. ആദ്യം മുതൽ കെ സുധാകരനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ചരടുവലികൾ നടത്തിയത് വി ഡി സതീശൻ തന്നെയായിരുന്നു. വി ഡി സതീശനായിരുന്നു മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചത്. കേരളത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം കെ സുധാകരനെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നപ്പോഴും വി ഡി സതീശൻ ഉറച്ചു നിന്നു കെ സുധാകരനെ മാറ്റണമെന്ന നിലപാടിൽ. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. കെ മുരളീധരനെ തള്ളി AICC, ശശി തരൂരിനെ തള്ളി AICC. ഒരു പരിധിവരെ ആദ്യം കെ സുധാകരനൊപ്പം നിന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ മൗനത്തിലായിരുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്നറിയില്ല. അദ്ദേഹം ചിലപ്പോൾ ചില കളികൾ കളിച്ചിരിക്കും. കെ സുധാകരൻ മാറുമ്പോൾ വി ഡി സതീശൻ KPCC പ്രസിഡന്റ് ആകട്ടെ, അങ്ങനെ ആകുമ്പോൾ എനിക്ക് പ്രതിപക്ഷ നേതാവായി വീണ്ടും വരാമല്ലോ എന്ന ചിന്തയൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു എന്നും കേൾക്കുന്നുണ്ട്. എന്നിരുന്നാലും കോൺഗ്രസിനകത്ത് കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫ് വന്നതോടുകൂടി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് പറയാൻ കഴിയുമോ? പറയാൻ കഴിയില്ല. പ്രശ്നങ്ങൾ തുടങ്ങുന്നതേയുള്ളൂ എന്നതാണ് വാസ്തവം. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമുണ്ടായി. UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് MM ഹസനെ മാറ്റി. മുസ്ലിം സമുദായത്തിൽപ്പെട്ട MM ഹസൻ UDFന്റെ കൺവീനറായി വന്നത് മുസ്ലിം സമുദായത്തിന് പ്രാതിനിധ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റി അവിടെ അടൂർ പ്രകാശ് വന്നു, ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം കൊടുക്കുന്നതിന് വേണ്ടി. കെ സുധാകരനെ മാറ്റുമ്പോൾ ഈഴവ സമുദായം പിണങ്ങുമോ എന്ന ഭയമാണ് അടൂർ പ്രകാശിന് UDF കൺവീനർ സ്ഥാനം നൽകാൻ കാരണം. ഷാഫി പറമ്പിലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയതിലൂടെ മുസ്ലിം സമുദായത്തിന്റെ അതൃപ്തി പരിഹരിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. എന്നെല്ലാവർക്കും അറിയാം, വർക്കിംഗ് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് ഒരു നോമിനൽ പോസ്റ്റ് മാത്രമാണ്. പ്രത്യേകിച്ച് റോളൊന്നും KPCCയിലോ കോൺഗ്രസ് നേതൃത്വത്തിലോ ഇല്ല. യോഗത്തിൽ പങ്കെടുക്കാം എന്നതിനപ്പുറത്തേക്ക്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഇതിലൂടെ തൃപ്തിപ്പെടുത്താം എന്ന ഒരു ധാരണ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടെങ്കിലും അത് നടപ്പാകാൻ പോകുന്നില്ല. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇവിടെ ഇപ്പോൾ KPCC പ്രസിഡന്റ് മാറി, UDF കൺവീനർ മാറി, വർക്കിംഗ് പ്രസിഡന്റുമാർ മാറി. പകരം വന്നിരിക്കുന്നവർ കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഹൈക്കമാൻഡ് പ്രതീക്ഷിക്കുന്നത്. വി ഡി സതീശന്റെ അജ്ഞാനുവർത്തികളായി നിൽക്കുമോ, അതല്ല വി ഡി സതീശന്റെ ശത്രുപക്ഷത്തേക്ക് ഇവരിൽ ആരൊക്കെ മാറും വരും ദിവസങ്ങളിൽ എന്നത് കൂടി മാത്രമേ അറിയാനുള്ളൂ. ഇവിടെ പ്രശ്നങ്ങൾ തീരുകയല്ല, തുടങ്ങുകയാണ് എന്ന് വേണം കരുതാൻ.